ഏറ്റവും ഒടുവിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചകൾ നടത്തുകയാണ് ഇസ്രായേലും ഹമാസും. കെയ്റോവിലെ റെഡ് സീ റിസോർട്ടിലാണ് നിർണായകമായ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ബന്ദിമോചന ചർച്ച ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ട്രംപിൻ്റെ മരുമകനും ഈ ശ്രമങ്ങളുടെ ചർച്ചകളുടെ ഭാഗമായി മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ദി കൈമാറ്റമടക്കം ചർച്ചയിലുണ്ടാകും. വെടിനിർത്തൽ ഇസ്രായേലിന് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് വെച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനടക്കം നിരവധി കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷാ നിർഭരമായത് സംഭവിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മിഥുന്, ചർച്ചയിൽ എന്തെങ്കിലും പുരോഗതികൾ? ഒരുപാട് ചർച്ചകൾ ഈജിപ്ത് മധ്യസ്ഥത വഹിച്ച് നടന്നിരുന്നു, പക്ഷെ അതിലൊന്നും കാര്യമായ മാറ്റമുണ്ടായില്ല. ഗസയിൽ ഇങ്ങനെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? രഞ്ജിത്ത്, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഹമാസും ഇസ്രയേലും ഒരു മേശപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറവുമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോകം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ചർച്ചയെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. സമാധാനം ഗാസയിൽ പുലരുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ചർച്ചയെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ചർച്ച ആരംഭിച്ചിട്ട് കുറച്ച് മണിക്കൂറുകളാകുന്നു. അതിൽ ഇന്ന് പ്രധാനമായും ഈ ബന്ദി കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ചാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ ഈ ബന്ദി കൈമാറ്റം നടത്താനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഏവരും വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. മാർക്കോ റൂബിയോ അടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും നേരത്തെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫും ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും ഒക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഹമാസിനെ പ്രതിനിധീകരിച്ച ഖലീൽ അൽ-ഹയ്യ, ദോഹയിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ഖലീൽ അൽ-ഹയ്യ. അദ്ദേഹം ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഹമാസിന്റെ പ്രതിനിധിയായി രംഗത്തുണ്ട്. ഒപ്പം തന്നെ റോഡ് അഡ്മോർ അടക്കമുള്ള പ്രധാനപ്പെട്ട നെഗോഷിയേറ്ററൊക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഇരുമേശയ്ക്ക് പുറത്തും അപ്പുറത്തും ഇപ്പുറമൊക്കെയായി ഇരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ബന്ദി കൈമാറ്റം തന്നെയാണ്. അത് എപ്പോൾ നടക്കണം, അല്ലെങ്കിൽ എപ്പോൾ എവിടെ വെച്ച് നടക്കണം എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇരു പ്രതിനിധികളും എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, രണ്ടാം ഘട്ട ചർച്ചയാണ്. അതിലാണ് ഈ ഹമാസിൻ്റെ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങൾ വരിക. അതിൽ പ്രത്യേകിച്ച് ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന വ്യവസ്ഥകൾ, ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പലതിലും ഹമാസ് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വിയോജിപ്പിൽ ഒക്കെ തന്നെ എന്ത് നിലപാടായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുമോ, അതോ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ ആ വ്യവസ്ഥകളുമായി ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അടുത്തിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അസഭ്യം വിളിച്ചു പറഞ്ഞു എന്നടക്കമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ചില സ്വകാര്യ ഫോൺ സംഭാഷണത്തിൽ ഇത്തരത്തിലുള്ള അസഭ്യ സംഭാഷണങ്ങളൊക്കെ നടന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹമാസ് ഇതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഘോഷമാക്കേണ്ടതില്ല, അത്തരത്തിലുള്ളൊരു പ്രതികരണമല്ല, ഇത്തരത്തിൽ ബന്ദി കൈമാറ്റമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള ചില പരാമർശമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിക്കുകയും വളരെ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചു മറുപടി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഈ ഒരു ചർച്ചയെ ബാധിക്കും? ഒപ്പം തന്നെ ഇപ്പോൾ ഈ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലും കൂടി വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിൽ ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഗാസയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19ഓളം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം. മറ്റൊന്ന്, നാളെയാണ് ഈ ഹമാസ് ഇസ്രായേൽ കടന്നു ചെന്ന വലിയ ആക്രമണം നടന്ന നാളെയാണ് ആ ദിവസം. ഹമാസ് ഇസ്രായേലിനെ അപ്രതീക്ഷിതമായി ആക്രമിച്ച ദിവസം നാളെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് ഈ നാളത്തെ 2ാം വാർഷിക ദിനത്തിൽ അത്തരത്തിലൊരു സമാധാന കരാർ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നത്. അതിന് ഇസ്രായേൽ തയ്യാറാകുമോ എന്ന കാര്യത്തിലും പ്രസക്തിയേറുന്നത്. മിഥുൻ തന്നെയാണ് ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, 2ാം വാർഷികമായതോടുകൂടി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സേന പിന്മാറുമെന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞെങ്കിൽ പോലും തന്നെ ട്രംപ് പറഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ബോംബിങ് ഇപ്പോഴും അവസാനിക്കാത്ത പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് അത് മുന്നിൽ കണ്ടുകൊണ്ട് 2 ആണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള രീതിയിലുള്ള കണക്കുകൂട്ടൽ മറ്റു രാജ്യങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന അതേതെങ്കിലും തരത്തിൽ ഈ സമാധാന ചർച്ചയെ ബാധിക്കുമോ എന്നൊക്കെയാണ് ഇവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയൊരു കടുത്ത ആക്രമണത്തിലേക്ക് ഇസ്രായേൽ സേന കടന്നേക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ആഴ്ച തന്നെ ബന്ദി കൈമാറ്റം നടത്താം. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് ചർച്ചകൾ നടത്തി വ്യവസ്ഥയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഗാസയിലെ
പുതിയ ഭരണ നേതൃത്വം അതിലാണ് ചില രീതിയിലുള്ള ഹമാസ് ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും അതിലൊരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അക്കാര്യത്തിലൊക്കെയുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാവും നടക്കാൻ പോവുക എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടത്. ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമകൻ ഈ ഒരു ചർച്ചയുടെ ഭാഗമാകുന്നത് ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഈ ഗാസയെ ഒരു വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുക എന്നടക്കമുള്ള ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാകാം സ്വാഭാവികമായും ഇത്തരത്തിൽ മരുമകനെ തന്നെ ഈ ഒരു ചർച്ചയുടെ ഭാഗമാക്കി സ്റ്റീവ് വിറ്റ്കോഫിനൊപ്പം ഈ ഹമാസ് പ്രതിനിധികളുടെ ഈ ചർച്ചയുടെ ഭാഗമാക്കിയതെന്നുള്ള ചില വിലയിരുത്തലൊക്കെ വിദഗ്ധർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകും. അതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഈ ഒരു പങ്കുവെക്കുന്നത്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒരു അവസാനവട്ട ശ്രമമാണ് സമാധാനവുമായി ചേർത്ത് വെക്കുമ്പോൾ. പക്ഷേ എങ്ങനെ എത്രത്തോളം വിജയകരമാകുമെന്നത് കാത്തിരുന്നു കാണണം.